ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരസ്യ പ്രതികരണത്തിന് വിലക്ക്. വകുപ്പ് മേധാവികൾക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് മുന്നറിയിപ്പ്. പ്രതികരിച്ചാൽ നടപടിയെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം നെഫ്രോളജി വിഭാഗം മേധാവിയുടെ ഒരു പോസ്റ്റ് വന്നിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമായി. ഇതിന് പിന്നാലെ ഇപ്പോൾ പരസ്യ പ്രതികരണം വിലക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം പ്രിൻസിപ്പൽ നൽകുകയാണ്. ഇതിനു മുൻപ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുനീര് വരെ മാധ്യമങ്ങൾ കണ്ടു എന്നുള്ളതാണ്. പിന്നീടാണ് ഡോക്ടർ മോഹൻദാസിന്റെ പ്രതികരണം വരുന്നത്. ഇതോടുകൂടി പരസ്യ പ്രതികരണം വിലക്കി. അദ്ദേഹത്തിനെതിരെ ഒരു പ്രതികാര നടപടി കൂടി പ്രതീക്ഷിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ പ്രശാന്ത്? രാഖി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ മറ്റാരും അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റാരും അറിയരുത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളായിക്കോട്ടെ, മറ്റ് എല്ലാ കാര്യങ്ങളും ആരും അറിയരുത് എന്നൊരു നില കൂടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് വലിയ രീതിയിൽ മെഡിക്കൽ കോളേജിനെയും സർക്കാരിനെയും എല്ലാം ബാധിക്കുന്നു. ഡോക്ടർ ഓരോരുത്തരായി ഓരോ വിഭാഗം വകുപ്പ് മേധാവികളും അല്ലെങ്കിൽ ഓരോ ഡോക്ടർമാരും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണം നടത്തുന്നത് സർക്കാർ തന്നെ തിരിച്ചടിയാകും എന്നത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതികളോ പരിഭവങ്ങളോ ആഭ്യന്തരമായി പറയുക, അതായത് വകുപ്പ് മേധാവികളോട് പറയുക മാത്രമാണ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടവരോട് മാത്രം പറയുക. ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രതികരിക്കാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഡോക്ടർ മോഹൻദാസിൻ്റെയും ഹാരിസ് ചിറക്കലിൻ്റെയും പ്രതികരണങ്ങൾ വലിയ രീതിയിൽ സർക്കാരിനെ തന്നെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹാരിസ് ചിറക്കൽ ആണ് ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയത്. പ്രതികരണം നമുക്കറിയാം എത്തരത്തിലാണ് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് മാനസിക രോഗിയാക്കി മാറ്റുന്ന തരത്തിലേക്കെല്ലാം ഈ സർക്കാർ സംവിധാനം ചെന്നെത്തിയിരുന്നു. തുടർന്ന് അതിന് പിന്നാലെയാണ് അടുത്ത വിഷയം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ മോഹൻദാസ് എത്തുന്നത്. ഇങ്ങനെ ഡോക്ടർമാർ നിരന്തരം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ പരാതികൾ പറയുന്നത് തുടർക്കഥയായതോടുകൂടിയാണ് ഇപ്പോൾ വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ തന്നെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് പരാതികൾ ആഭ്യന്തരമായി പറഞ്ഞു തീർക്കുക മാത്രമാണ്, പരസ്യ പ്രതികരണത്തിന് നടത്താൻ പാടില്ല. പരസ്യ പ്രതികരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നടത്തിക്കഴിഞ്ഞാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ ഡോക്ടർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കുമെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗും ഉന്നത അധികാരികളുമായൊരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിഭാഗങ്ങളും, അതായത് പ്രശാന്ത്, യൂറോളജി വിഭാഗം മേധാവി ആ വകുപ്പിൽ നടക്കുന്നത് എന്താണ് എന്ന് തുറന്ന് പറഞ്ഞു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതികാര നടപടി സർക്കാർ തുടങ്ങി വച്ചു. എന്നാൽ ഇതിന് പിന്നാലെ ആരോഗ്യ വകുപ്പിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നെഫ്രോളജി വിഭാഗം മേധാവി തന്നെ രംഗത്ത് എത്തി. ഇത്തരത്തിൽ ഓരോ വിഭാഗം മേധാവിമാരും എന്താണ് സംഭവിക്കുന്നത്, ഡോക്ടർമാർ അല്ലെങ്കിൽ HODമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഇത്തരത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. കൃത്യമായ ഒരു ചികിത്സ ഉറപ്പാക്കണമെങ്കിൽ കൃത്യമായ ഉപകരണങ്ങൾ വേണം, സർക്കാരിൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ അത്തരം സംവിധാനങ്ങൾ വേണം എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള പരാതികൾ തന്നെയാണ് ഹാരിസ് ചിറക്കലും ഡോക്ടർ മോഹൻദാസും ഉന്നയിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ ഒരു പ്രതികാര നടപടി ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതികരണം ആരാഞ്ഞുവെങ്കിൽ പ്രതികരണത്തിന് തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വരുന്ന ഈ ഒരു വിലക്ക് എന്നുള്ളതാണ്. ഇതോടുകൂടി ഇനി ആരും വായ തുറക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്നുള്ളത് തന്നെയല്ലേ? രാഖി, ഈ വിഷയത്തിൽ, അതായത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ വായ കൂടി മൂടിക്കെട്ടണമെന്നൊരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്, ഈ നടപടിക്ക് പിന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർശന നടപടി സ്വീകരിക്കുമെന്ന രീതിയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ മാത്രമല്ല, ആരോഗ്യ വകുപ്പ് തന്നെ, അതായത് സർക്കാർ തന്നെ നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം തന്നെയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ
പറയുകയാണെങ്കിൽ ഓരോ വിഷയങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ അപാകതകൾ നടക്കുമ്പോഴും കൃത്യമായ രീതിയിൽ മേലധികാരികളെ അതത് HOD-കൾ അതത് ഡിപ്പാർട്ട്മെന്റിന്റെ മേലധികാരികൾ അറിയിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ അറിയിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ രീതിയിലൊരു നടപടിയോ അല്ലെങ്കിൽ ഇത് പ്രശ്നപരിഹാരം നടത്തുന്ന രീതിയിൽ ഒരു നടപടി സ്വീകരിക്കാറില്ല. ആ നടപടി സ്വീകരിക്കാതെ വരുമ്പോഴാണ് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും പ്രതികരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നൊരു തീരുമാനമെടുക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലും മോഹൻദാസും അടക്കമുള്ളവർ ചെയ്തതും അതുതന്നെയാണ്. ഇപ്പോൾ അതിനാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തങ്ങളുടെ തെറ്റ്, തങ്ങളുടെ കുറ്റം പൊതുജനങ്ങൾ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്താൻ പാടില്ല എന്നടക്കമുള്ളൊരു ഒരു ശാഠ്യം കൂടിയുണ്ട് എന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ മോഹൻദാസിന്റെ അവസ്ഥയും ഹാരിസ് ചിറക്കലിന് സമാനമായി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അദ്ദേഹത്തെയും പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധി നമ്മുടെ ആരോഗ്യവകുപ്പും സർക്കാരും എല്ലാം പീഡിപ്പിക്കും. കാരണം ഒരു പ്രശ്നം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹാരിസ് ചിറക്കലിന്റെ വിഷയം ഒരു തരത്തിൽ സർക്കാരിന് ഒതുക്കി തീർക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ക്ലീൻ ചിറ്റാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു ലീവ് പോലും എടുക്കാതെ സർവീസ് നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. മാധ്യമങ്ങളടക്കം ഹാരിസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആ വിഷയം കെട്ടടങ്ങുന്നത്. ഒരു പരിധിവരെയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ ഈ പ്രശ്നപരിഹാരം സർക്കാർ നടത്തിയത്, ആരോഗ്യവകുപ്പ് നടത്തിയത്. തൊട്ടു പിന്നാലെയാണ് മോഹൻദാസും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതും സർക്കാരിനെ പിടിച്ചുലക്കുന്ന രീതിയിലേക്ക്, ആരോഗ്യവകുപ്പിനെ പിടിച്ചുലക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് എന്തായാലും പ്രശാന്ത്, ഇവര് സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണം വേണ്ട, അതായത് പരാതി ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സംവിധാനം നമുക്കുണ്ടല്ലോ എന്ന ന്യായീകരണമാണ് നിരത്തുന്നത്. പക്ഷേ ഈ ഹാരിസ് ചിറക്കൽ വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ PA അടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്, പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല, ഇതോടുകൂടി ഒരു പരസ്യ പ്രതികരണത്തിന് ഞങ്ങൾക്ക് മുതിരേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് ഹാരിസ് ചിറക്കൽ അന്ന് പ്രതികരിച്ചത്. എന്തായാലും ഈ ഡോക്ടർ മോഹൻദാസ് ഇതുവരെ ഒരു സോഷ്യൽ മീഡിയ എന്നതിലുപരി ഒരു മൈക്കിന് മുന്നിൽ പ്രതികരിക്കാത്തിടത്തോളം കാലം അദ്ദേഹം അത്തരത്തിലൊരു പരാതി പറയില്ല എന്ന് മാത്രം തൽക്കാലം ആശ്വസിക്കാം ആരോഗ്യവകുപ്പിന് എന്ന് തോന്നുന്നു. രാഗി, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കേണ്ട ഇടത്തിൽ ഇവരെല്ലാം, ഈ ഡോക്ടർമാരെല്ലാം പ്രതികരിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാതെ അങ്ങനെ ഒരു പ്രതികരണം നടത്താതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ എഴുതിയിടാം അല്ലെങ്കിൽ പ്രതികരിക്കാം എന്ന തീരുമാനമെടുക്കുന്നവരല്ല ഈ ഉദ്യോഗസ്ഥരാരും. കാരണം ഇവരെല്ലാം ഓരോ വകുപ്പിന്റെ മേധാവികൾ കൂടിയാണ്. ആ സ്വാഭാവികമായിട്ടും എവിടെയാണോ പ്രതികരിക്കേണ്ടത് ആ പ്രതികരിക്കേണ്ട സ്ഥലത്തൊക്കെ ഇവർ പ്രതികരിച്ചിട്ടുണ്ടാവും. എന്നാൽ അവിടെയെങ്ങും നീതി നടപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നം, തങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അതിനൊരു നീതി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ചെല്ലുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതിലേക്ക് ചെല്ലുന്നില്ല. അത് വരുമ്പോഴാണ് ഒരു പ്രതിഷേധ സ്വരം ഉയരുകയും അതിൽ പിന്നീട് ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെയെങ്കിലും പൊതുജനം അറിയട്ടെ, അതിലൂടെയെങ്കിലും ആരോഗ്യവകുപ്പ് അറിയട്ടെ എന്നൊരു, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അധികൃതർ അറിയട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്തായാലും പറയേണ്ട ഇടത്തിലെല്ലാം മോഹൻദാസും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മോഹൻദാസിനെതിരെയുള്ള അച്ചടക്ക നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും അത് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. തീർച്ചയായും പ്രശാന്ത്, ആ ഒരു നടപടി തന്നെയാണ് സാധാരണ ഉണ്ടാകാറ്, അത് തന്നെയാണ് നമ്മുടെ ചരിത്രവും ഒക്കെ. എന്തായാലും ഡോക്ടർ മോഹൻദാസിന്റെ പ്രതികരണം കൂടി വന്നതോടുകൂടി ആരോഗ്യ വകുപ്പ് മേധാവികൾക്ക്, മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവികൾക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് പരസ്യ പ്രതികരണം വേണ്ട, വിലക്കാണ്. വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതികരിച്ചാൽ നടപടി എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.